Welcome to Paper 3 Optics, 11th lecture, Semester 6, BSc Physics Main. Paper 3, 11th lecture, Newton's rings. Today's topic is optics, Newton's rings. That is the topic. By Newton's rings പിന്നെ നമ്മൾ കാണുന്ന ഒരു പരീക്ഷണമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അറേഞ്ച്മെൻറ്റ് നോക്കുക. ഒരു ലെൻസാണ് ആ മുകളിൽ കാണുന്നത്, പ്ലെയിനോ കോൺവെക്സ് ആയിട്ട്. അതിൻ്റെ മുകളിലത്തെ പ്ലെയിൻ ലൈൻ ഇപ്പോൾ ക്ലിയർ ആകാനുണ്ട്. ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് എല്ല് ഒരു ഗ്ലാസ് പ്ലേറ്റ് ജിയിൽ വരച്ചിരിക്കുകയാണ്. ആ ലെൻസ് നിങ്ങൾ കാണുന്നുണ്ട് നോക്കുക. ഒരു പ്ലെയിനോ കോൺവെക്സ്, അതിൽ കോൺവെക്സ് സർഫസ് ഗ്ലാസുമായി ടച്ച് ചെയ്തിരിക്കുന്നു. പ്ലെയിൻ സർഫസ് മുകളിലാണ്, ലെൻസ് എൽ എന്ന് പറയും, താഴെയുടെ ഗ്ലാസ് പ്ലേറ്റ് ജി ആണ്. അപ്പോൾ അതവിടെ സൈഡ് എഴുതിയിട്ടുണ്ട് എൽ പ്ലെയിനോ PLANO പ്ലെയിനോ കോൺവെക്സ് ലെൻസ്, ജി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. ഇപ്പോൾ ലൈറ്റ് വീഴുന്ന പടമാണ് വരച്ചിരിക്കുന്നത്. ലൈറ്റ് വീണിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് മേപ്പോട്ട് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. 3 റേസ് കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അതിപ്പോൾ ലെങ്തി ആയതുകൊണ്ട് നമ്മൾ 2 ക്ലാസ് കൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒറ്റ എസ്സേയാണ്. അപ്പം മുകളിൽ കാണുന്നതാണ് അറേഞ്ച്മെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതിൽ ഈ ലൈറ്റ് വന്നിങ്ങനെ വീഴുമ്പോൾ, ഈ ലൈറ്റ് വന്നിങ്ങനെ മുകളിൽ നിന്ന് വീണിട്ട് റിഫ്ലക്റ്റ് വരുമ്പോൾ നോക്കിയാൽ ലെൻസിൻ്റെ ഗ്ലാസ് പ്ലേറ്റിന് ഇടയ്ക്ക് ഒരു എയർ ഫിലിം ഉണ്ട്, ബെഡ്ജ് പോലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബെഡ്ജ് പറഞ്ഞല്ലോ, ആ ബെഡ്ജ് പോലെ എയർ ഫിലിം ഉണ്ട്. അവിടെ ഇൻ്റർഫറൻസ് ഉണ്ടാക്കിയിട്ട് സർക്കുലർ ഫ്രിഞ്ചസാണ് കാണുന്നത്. കാരണം ലെൻസ് റൗണ്ട് ആയതുകൊണ്ട് ഈ വെഡ്ജ് ഷേപ്പ്ഡ് ഫിൽ റൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് ഫ്രിഞ്ചസ് എല്ലാം സർക്കുലർ ആയിരിക്കും. ഇത്തരം സർക്കുലർ ഫ്രിഞ്ചസ് ആദ്യമായിട്ട് കണ്ടത് ഐസക് ന്യൂട്ടനാണ്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂട്ടൺസ് റിങ്സ് എന്ന് പറയുന്നത്. ഇത് നോക്കുക, അതിൽ പടമാണ് വരച്ചിരിക്കുന്നത്. നടുക്ക് ഒരു സെൻട്രൽ ഡാർക്ക് സ്പോട്ട്, അതിന് ചുറ്റും റിങ്സാണ് വരച്ചിരിക്കുന്നത്, ഡാർക്കും ബ്രൈറ്റ് റിങ്സ്. ഇത് വരക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നതല്ലാണ്. കാരണം നടുക്ക് സ്പോട്ട് വരച്ചാൽ പിന്നെ റിങ്സ് വരയ്ക്കുമ്പോൾ ആ റിങ്സ് പുറത്തേക്ക് ചെല്ലും തോറും അടുത്തടുത്ത് വരും, കോൺട്രാക്റ്റ് വരും. പുറത്തിങ്ങനെ തിക്കിലി പോപ്പുലേറ്റഡ് ആയിരിക്കും, അകത്ത് കുറച്ച് അകലത്തിലാണ്. അപ്പം അത് വരയ്ക്കാനൊരു പ്രയാസം ഉണ്ടെങ്കിലും നോർത്തിരുന്നാൽ മതി. എല്ലാ റിങ്ങുകളും പുറത്തേക്ക് ചെല്ലും തോറും ഒതുങ്ങി ചേർന്ന് വരും. അത്തരം ഒരു റിങ് പാറ്റേൺ 10-200 എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാവുന്നതാണ് ഈ പാറ്റേൺ. നടുക്ക് ഡാർക്ക് സ്പോട്ടാണ് ഈ ഒരു കേസിൽ. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. സെൻറ്റൻസ് ഒരു ലൈൻ ഇവിടെ നോക്കട്ടെ. ആ ലൈൻ ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഞാൻ വായിക്കാം. സർക്കുലാർ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് എന്ന് എഴുതണം കേട്ടോ. സർക്കുലാർ ഇൻ്റർഫറൻസിന് NC മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പിലൊരു വാക്ക് ചേർക്കണം, സർക്കുലാർ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്. അങ്ങനെ വായിക്കണം. സർക്കുലാർ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് can be produced by enclosing a very thin film of air or any other transparent medium of varying thickness between a plain glass plate and a plano convex lens of large radius curvature. Such fringes were first observed by Isaac Newton, and hence these fringes are called Newton's rings. നിർവഹിക്കാം. ഡെഫിനിഷനാണ് നിർവഹിക്കാം. സർക്കുലാർ ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്. യു റൈറ്റ് സർക്കുലാർ ഇൻ്റർഫറൻസ്. Fringes can be produced by enclosing a very thin film of air or any other transparent medium of varying thickness between a plain glass plate and a plano convex lens of large radius of curvature. അതായത് ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൻ്റെയും ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസിൻ്റെ ഇടയ്ക്ക് ഒരു എയർ ഫിലിമോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയം ഫിലിമോ എൻക്ലോസ് ചെയ്യണം. അതിന് വേരിയിങ് തിക്നെസ് ആണ്. അങ്ങനെയാണെങ്കിൽ സർക്കുലാർ ഫ്രിഞ്ചസ് കാണാൻ സാധിക്കും, ഫീൽഡ് ഓഫ് വ്യൂ. അത്തരം ഫ്രിഞ്ചസ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണ്. അതുകൊണ്ടാണ് ഇതിനെ ന്യൂട്ടൺസ് റിങ്സ് എന്ന് വിളിക്കുന്നത്. Such fringes were first observed by Isaac Newton and are known as Newton's rings.
ഇതാണ് ആ പടം. ഇവിടെ കുറച്ചുകൂടി വ്യക്തമാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒറ്റ റേ വരച്ചിട്ടുണ്ട്, ലെൻസ് കാണിച്ചിട്ടുണ്ട്, ഗ്ലാസ് പ്ലേറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പടം ക്ലിയർ ആയല്ലോ. ലെൻസാണ്, പ്ലെയിനോ കോൺവെക്സ് ലെൻസാണ് മുകളിൽ വെച്ചിരിക്കുന്നത്. ഗ്ലാസ് പ്ലേറ്റ് ആണ് താഴെ. 2 റേക്ക് വരെ 1 റേ ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഈ ലെൻസ് വെക്കുകയാണെങ്കിൽ ലെൻസ് റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത്. റൗണ്ടാകുമ്പോൾ ചുറ്റിനും ഒരു തിക്നെസ് നടക്കുന്ന കൂടുന്ന ഒരു ഫിലിം വരും, എയർ ഫിലിം വരും, വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിം വരും. ഈ വെഡ്ജ് ഷേപ്പ്ഡ് ഫിലിം സർക്കുലായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സർക്കുലാർ ഫ്രിഞ്ചസ് കിട്ടുന്നത്. സർക്കുലാർ ഫ്രിഞ്ചസ് കിട്ടാനുള്ള കാരണം അതാണ്. ഒരു ലെൻസ് അത് സർക്കുലറാണ്. അപ്പോൾ എയർ ഫിലിമും സർക്കുലറായിരിക്കും. അങ്ങനെയാണ് ഫ്രിഞ്ചസ് കിട്ടുന്നത്. അപ്പോൾ ഒരു റേ വന്ന് വീഴുന്ന ഒരു പടമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ റേ അതിന് 2 പാർട്ടായിട്ട് വിചാരിക്കണം. ആദ്യ റേ സിയിൽ തട്ടി വേപ്പെട്ട് പോകും. സി നിങ്ങൾ പടത്തിൽ കാണുന്നത് നോക്കുക, ABC. ആ ലെൻസിൻ്റെ താഴത്തെ ഭാഗമാണ് സി എന്ന് പറയുന്നത്. ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിലത്തെ പോയിൻ്റാണ് D എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേ വന്നിട്ട് സിയിൽ തട്ടി മേപ്പെട്ട് പോകും. ആ റേ നമ്മൾ ABCB എന്ന് പറയും. രണ്ടാമത്തെ റേ താഴെ തട്ടി മേപ്പെട്ട് പോകും. അതിന് ABCDCB എന്ന് പറയും. ABCDCB താഴെ വന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ റേ CD താഴോട്ടും CD മേലോട്ടും ചലിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു അഡീഷണൽ പാത്ത് കിട്ടും. ആ പാത്ത് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഇൻ്റർഫിയർ ചെയ്തിട്ട് ആ പോയിന്റിൽ നമുക്കൊരു ഡാർക്കോ ബ്രൈറ്റോ ബാൻഡ് കിട്ടുന്നത്. So what is written here? Let a plano convex lens of large radius curvature be placed on a plain glass plate after reflection from the top and bottom surfaces of the air film enclosed between the lens and the glass plate. Two rays ABCBA and ABCDCBA are produced. ഞാൻ പറഞ്ഞല്ലോ, they possess path difference equal to 2CD equal to 2T. ആ T എന്ന് പറയുന്നത് ആ ഡിയിലുള്ള ഫിലിം തിക്നെസ് ആണ്. 2CD is 2T, where T is the thickness of the film at CD. These 2 rays interfere each other, producing brightness or darkness depending upon the path difference. അപ്പോൾ CD എന്നുള്ള ദൂരം അതിന് T എന്ന് പറയും. ആ T അതിന് ഡബിൾ, കാരണം രണ്ടാമത്തെ റേ താഴോട്ട് മുകളിലോട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ 2T ആണ് ടോട്ടൽ പാത്ത് ഡിഫറൻസ്. ഈ പാത്ത് ഡിഫറൻസിനെ ആശ്രയിച്ചാണ് ആ D എന്നുള്ള പോയിന്റിൽ നമ്മൾ ഡാർക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ് ബാൻഡ് കാണുന്നത്. അത് സർക്കുലാർ ഫിലിം ആയതുകൊണ്ട് സർക്കുലാർ ബാൻഡായിട്ട് കാണും, സർക്കുലാർ റിംഗ് ആയിട്ട് കാണും. The condition for darkness of thin film is 2 causaris lambda. നമ്മൾ നേരത്തെ പറയുന്നതാണ്, ഒരു തിൻ ഫിലിമിൻ്റെ 2 കണ്ടീഷനിൽ ഡാർക്ക്നെസ് കണ്ടീഷനാണ് ഇമ്പോർട്ടൻ്റ്. അത് തന്നെയാണ് ന്യൂട്ടൺസ് റിംഗ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. The condition for darkness of thin film is 2 causaris lambda. Here in this case R is 0, normalized. ഇവിടെ ലൈറ്റ് നേരെ വരുന്നതുകൊണ്ട് R നമ്മൾ 0 എടുക്കുന്നത്. ഇപ്പോൾ cos 0 1. For air mu is equal to 1. So we can write the above equation as 2 into 1 into T into cos 0 equal to L lambda. Cos 0 is 1. Mu is 1. Therefore 2T into 1 is L lambda. 2T is L lambda. This is the condition for darkness or dark fringe in the Newton's rings experiment. അതുപോലെ നമുക്ക് ബ്രൈറ്റ്നസ് കണ്ടീഷൻ പറയാമല്ലോ. സോ ദിസ് ദ കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ്. സിമിലർലി ദ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ്നസ് ഈസ് 2T is 2n plus 1 into lambda by 2. That we have studied. The condition for darkness of thin film 2 cos R is 2n plus 1 into lambda by 2. When we put mu is 1 and cos R is 1, we get it 2T is 2n plus 1 into lambda by 2. Now comes an expression that is radius of nth ring. അപ്പം നടുക്ക് ഡാർക്ക് സ്പോട്ട്, ചുറ്റിനും ഡാർക്കും ബ്രൈറ്റും റിങ്സ്. അപ്പോൾ അവയ്ക്കെല്ലാം റേഡിയസ് ഉണ്ട്. ആ റേഡിയസ് ഡാർക്ക് റിങ്ങിനും ബ്രൈറ്റ് റിങ്ങിനും വ്യത്യസ്തമാണ്. കാരണം ഒരു 10ാമത്തെ ഡാർക്ക് റിങ് 10ാമത്തെ ബ്രൈറ്റ് റിങ് എടുക്കുമ്പോൾ ഈ 10ാമത്തെ ബ്രൈറ്റ് റിങ് 10ാമത്തെ ഡാർക്കിൻ്റെ പുറമേ ആയിരിക്കും. അപ്പോൾ അതിനൽപ്പോൾ റേഡിയസ് കൂടുതലാണ്. ഒരേ ഓർഡറിലുള്ള
ഒരേ എൻ വാല്യൂ ഉള്ള ഒരു ഡാർക്കും ബ്രൈറ്റും റിങ് എടുക്കുകയാണെങ്കിൽ ആ ബ്രൈറ്റ് റിങ്ങിനാണ് റേഡിയസ് കൂടുതൽ അല്പം. അതിൻ്റെ ഇക്വേഷനാണ് ബ്രൈറ്റിനും ഡാർക്കിനും പ്രത്യേക ഇക്വേഷനാണ്. R(√(r) ലാംഡ അത് ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ് ഇക്വേഷനാണ്. അടുത്തത് R(n) is √(r) × 2n + 1 × λ/2. n ഓർഡർ ഓഫ് ദ റിംഗ് ആണ്. ലാംഡ വേവ് ലെങ്ത് ആണ്. ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ലെൻസ് ആണ്. നമ്മളിവിടെ വെച്ചിരിക്കുന്ന പ്ലേനോ കോൺവെക്സിൻ്റെ ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് ക്യാപിറ്റൽ R. സോ ദർ ഇസ് എ ഫിഗർ റെപ്രസെൻറ്റ്സ്. ഇതാണ് ലെൻസിൻ്റെ പൊസിഷൻ കാണിക്കുന്ന പടം. നോക്കുക, ലെൻസിൻ്റെ പൊസിഷനാണ്. നമ്മൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യം പറയുകയാണ്. ലെൻസ്, പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്, പിന്നെ ആ ലെൻസിൻ്റെ സെൻട്രൽ കർവേച്ചറാണ് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് സി. പിന്നെ CD വരച്ചിട്ടുണ്ട്. CD എന്ന് വെച്ചാൽ ഒരു റേഡിയസ് വരച്ചിരിക്കുകയാണ്. ഇവിടെ ഫിലിം തിക്നെസ് D ആയിട്ടാണ് കേട്ടോ, CD ആയിട്ടല്ല, D ആണ് ഫിലിം തിക്നെസ്. T ഈ പടത്തിൽ ഫിലിമിൻ്റെ തിക്നെസ് നമ്മൾ D ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ആ ഡിയിൽ നിന്നൊരു ലൈൻ പാരലായിട്ട് ആ ബേസ് പ്ലേറ്റിന് പാരലായിട്ട് വരച്ചിട്ടുണ്ട്. അത് H-ൽ വന്ന് മുട്ടും. അപ്പോൾ DH എന്ന് പറയുന്നതാണ് ഏതെങ്കിലും റിങ്ങിൻ്റെ റേഡിയസ്. ഡാർക്ക് റിങ്ങോ ബ്രൈറ്റ് റിങ്ങിൻ്റെ റേഡിയസ് ആണ്. പിന്നെ സ്മോൾ ആർ എന്ന് പറയാം, RN എന്ത് റിങ്. ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് കർവച്ചർ ഓഫ് ദ ലെൻസ് ആണ്. അപ്പോൾ ഈ പടത്തിൽ നമ്മൾ ഏതെല്ലാം വാല്യൂസാണ് എഴുതുന്നത് നോക്കിക്കുക. CD = CO. CD ഏതാണ് CD എന്ന് നോക്കൂ. അല്ല, CO ആണല്ലേ. ലുക്ക് ഹിയർ, C സെൻട്രൽ കർവേച്ചർ. അപ്പോൾ CD = CO, അത് ശരിയാണ്. CD is CO റേഡിയസ് കർവേച്ചർ ലെൻസാണ്, ലെൻസിൻ്റെ റേഡിയസ് ആണ്. ആ C മുകളിലാണ്. അപ്പോൾ CD is CO റേഡിയസ് കർവേച്ചർ ഓഫ് ലെൻസ്. പിന്നെ D ഫിലിം തിക്നെസ്. D = അതിന് നേരെ OH ഉണ്ടല്ലോ. D is OH is T. DH ഇതാണ് റേഡിയസ് ഓഫ് ദി റിങ്, എന്ത് റിങ്. അതിനെ R അല്ലെങ്കിൽ R or R എന്ന് വിളിക്കും. നമുക്ക് അവസാനം R എന്ന് വിളിച്ചാൽ മതി. ആദ്യം R എന്ന് എഴുതിപ്പോയാൽ മതി. സർക്കുലാർ ഫ്രിഞ്ചസ്, ന്യൂട്ടൺസ് റിങ്സ് അറേഞ്ച്മെൻറ്റ്. ഫിഗർ ഷോസ് ന്യൂട്ടൺസ് റിങ്സ് അറേഞ്ച്മെൻറ്റ്. C സെൻട്രൽ കർവേച്ചർ ആൻഡ് R the radius of curvature of the lens. Let a ring be formed. ഏത് റിംഗും ആകാം. Let a ring be formed at D. The thickness of air film at D is D is equal to OH is equal to T. Then the radius of curvature of a lens is equal to that is equal to radius of curvature of a lens, that is capital R. DH is small r or RL. Radius of any ring. Then we take a triangle CDH. ആ പടം നോക്കുക. CDH എന്നുള്ള ട്രയാങ്കിളാണ്, മോളിക്കാത്ത ട്രയാങ്കിളാണ് CDH. അപ്പോൾ CD ക്യാപിറ്റൽ R ആണ്, DH സ്മോൾ r ആണ്. പിന്നെ CH എന്ന് പറഞ്ഞാൽ CO - OH ആണ്. R - T എന്ന് വരും. CH R - T എന്ന് വരും. അപ്പോൾ ആ ട്രയാങ്കിൾ പൈതഗോറസ് അപ്ലൈ ചെയ്യാൻ. We apply Pythagoras theorem. So you look at the figure, note the triangle CDH, apply Pythagoras theorem there. We get CD square equal to DH square plus EH square. You see the triangle. CDH is a rectangular triangle. We can apply Pythagoras theorem. Hypotenuse square is base square plus altitude square. Therefore, CD square is equal to DH square plus EH square. That is R square is small r square plus R minus T, the whole square. V squared, R square is R square plus R square means 2RT plus T square, A minus B square. We expand it. R square will cancel from either side.
we get 0 is equal to r square plus 2rt. R square minus 2rt. Minus 2rt is taken to left side, plus 2rt is r square. 2t is r square by r, equation number 1. Again, for nth dark ring, initially we say dark ring. For nth dark ring, at D or E, 2t is n lambda, equal to 1 and 2. R square by r is n lambda. R square by r is n lambda. R square is r lambda. R is root of r lambda. R we call as Rn. Rn is root of r lambda. Rn means radius of nth ring. And this is the radius of nth dark ring. Rn is root of r lambda, where capital R is the radius of curvature of the plane of convex lens. N is the order of the ring and lambda is wavelength. Here is the radius of nth dark ring. Similarly, the radius of nth bright ring. Nth bright ring is given by Rn is root of r into 2n plus 1 into lambda by 2, equation number 4. So the first equation, third equation gives radius of nth dark ring, and the fourth equation gives radius of nth bright ring. And this is only half of the essay. Now we have to find expression for lambda. And that with that the theory will be over. Then there is experiment. The Newton's rings theory and experiment. So part of the theory we have seen. There is a remaining part and experiment, and that we see in the next lecture. Thank you very much.